ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എംകോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എംകോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനായിട്ട് ഇൻകം ടാക്സ് പാർട്ട് 7 ആണ്. പാർട്ട് 7ൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റിന്റെ ടൈപ്സ് ഏതൊക്കെ എന്നുള്ളതാണ്. ഇതൊരു തിയററ്റിക്കൽ ഏരിയ ആണ്. നമുക്ക് പ്രോബ്ലമാറ്റിക്കൽ ഏരിയാസിലേക്ക് പോവേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ഒരുപാട് തിയററ്റിക്കൽ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ തിയററ്റിക്കൽ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു മൂവ് ഓൺ പ്രോബ്ലംസ്. ഓക്കെ, തിയററ്റിക്കൽ ഏരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രോബ്ലമാറ്റിക്കൽ ഏരിയാസിലേക്ക് നമുക്ക് പോകാം. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരുപാട് തിയററ്റിക്കൽ ഏരിയാസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടൈപ്സ് ഓഫ് അസസ്മെന്റ് പാർട്ട് 7ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഓൾറെഡി ഈ ചാനലിൽ പാർട്ട് 6 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എങ്കിൽ അത് കാണുക. ടൈപ്സ് ഓഫ് അസസ്മെന്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഷോർട്ട് എസ്സേ ക്വസ്റ്റൻ ആയിട്ടും എസ്സേ ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് അസസ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അസസ്മെന്റ് എന്ന് പറയാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് എത്രത്തോളം ടാക്സ് പേ ചെയ്യാനുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് രീതികളുണ്ട്. ആ രീതികളാണ് നമ്മൾ ഇവിടെ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സെൽഫ് അസസ്മെന്റ്. ഓരോന്നിനും സെക്ഷൻസ് ഉണ്ട്, അതായത് സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അത് എക്സാം ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു റിട്ടേൺ ദ സെക്ഷൻസ് ഇൻ യുവർ എക്സാം ഷീറ്റ്. യു ക്യാൻ സ്കോർ മോർ മാർക്സ്. നിങ്ങൾക്ക് മോർ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ എക്സാം ഷീറ്റിൽ നിങ്ങളുടെ ഇതിന്റെ സെക്ഷൻസ് ഒക്കെ അസസ്മെന്റ് ഓരോന്നിന്റെ അസസ്മെന്റിൽ സെക്ഷൻ ഉൾപ്പെടുത്തുകയാണെങ്കിൽ യു ഹാവ് ടു സ്കോർ മോർ മാർക്സ്. ഓക്കെ, സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 140A. Then next assessment ആണ് assessment on the basis of return section 143 subsection 1. Then third assessment ആണ് regular assessment. Regular assessmentനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. Assessment on the basis of evidence under section 143 subsection 3. Then best judgment assessment section 144. Best judgment assessmentനെ expert assessment എന്നും പറയാറുണ്ട്. You have to remember best judgment assessment is also known as expert assessment. Best judgment assessment is section 144 ആണ് വരുന്നത്. Then reassessment section 147. Reassessmentനെ income escaping assessment എന്നും പറയാം. Then protective assessment section 148. Protective assessmentനെ നമുക്ക് precautionary assessment എന്ന് പറയാം. Search assessment section 153A. ഇത്രയും ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ഒരു രീതി കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ഒന്നുകിൽ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ സെൽഫ് അസസ്മെന്റ്, വാട്ട് യു മീൻ ബൈ റെഗുലർ അസസ്മെന്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെഗുലർ അസസ്മെന്റ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പം റെഗുലർ അസസ്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്ന് മാത്രം ചോദിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ആദ്യത്തെ 5 അസസ്മെന്റ് നിങ്ങളുടെ സിലബസിന്റെ ഉള്ളിൽ വളരെ ക്ലിയർ ആയിട്ടും പ്രീവിയസ് ഇയറിൽ ഏറെ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് ആദ്യത്തെ 5 അസസ്മെന്റ്. 6ാമത്തെ സെർച്ച് അസസ്മെന്റ് അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കാണാറില്ല. എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസസ്മെന്റ് നമ്മുടെ ഇൻകം എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം ടാക്സ് അടക്കാനുണ്ട്, ഇതൊക്കെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓരോ ടൈപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അസസ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള സെൽഫ് അസസ്മെന്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 140A ആണ് സെൽഫ് അസസ്മെന്റ് പറയുന്നത്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ ടാക്സ് അടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്റെ ടാക്സ് ലാബിലിറ്റി അസസി ആയിട്ടുള്ള ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഞാൻ തന്നെ എന്റെ ടാക്സ് ലാബിലിറ്റി, അതുപോലെ തന്നെ ഞാൻ തന്നെ എന്റെ ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും, സെൽഫ് അസസ്മെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ സ്വയം നമ്മൾ അസസ് ചെയ്യുകയാണ്. സെക്ഷൻ 140A പ്രകാരമാണ് സെൽഫ് അസസ്മെന്റ് നടത്തുന്നത്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ അസസി ഹിംസെൽഫ് ടു കമ്പ്യൂട്ട് ഹിസ് ഇൻകം ആൻഡ് സബ്മിറ്റ് ഹിസ് റിട്ടേൺ. ഓക്കെ, അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം അസസി തന്നെ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണ്. ദിസ് വൺ ഈസ് കോൾഡ് സെൽഫ് അസസ്മെന്റ്, സ്വയം. ഓക്കെ, സെൽഫ് അസസ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 140A, that you should remember, section 140A, self assessment. Assessee himself calculate his income and submit his return. That is called self assessment. Assessee himself, assessee തന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. That is self assessment.
സെക്ഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഒരു കാര്യം സെക്ഷൻ ആണ്. സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 148. Then assessment on the basis of return. Assessment on the basis of return. Section 143 subsection 1. Section 143 subsection 1. Okay, ഇവിടെ നോക്കാം. When the assessee has files his return, whether voluntary or compulsory, after assessing officer checks the details and if any refund available, it will be refunded, and if any payment is pending, it will be given by a notice. That means assessee ശ്രദ്ധിക്കുക, assessee അദ്ദേഹത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അസസി അദ്ദേഹത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. എന്നിട്ട് അസസി അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അസസിംഗ് ഓഫീസർ അതെന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. അസസിംഗ് ഓഫീസർ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്തെങ്കിലും റീഫണ്ടോ അവൈലബിൾ ആണെങ്കിൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പേയ്മെന്റ് അതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവൺ ബൈ എ നോട്ടീസ്, ഒരു നോട്ടീസിലൂടെ അത് അറിയിക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇഫ് എനി റീഫണ്ട് ഈസ് അവൈലബിൾ. വാട്ട് ഈസ് റീഫണ്ട്? ഇവിടെ നിങ്ങൾ 30,000 രൂപ ടാക്സ് അടച്ചു എന്ന് വിചാരിക്കാം. 30,000 ഗിവൺ ഇമാജിനറി ഫിഗർ, 30,000 രൂപ ടാക്സ് അടച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് 20,000 രൂപ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അടച്ചത് എത്രയാണ്? 30,000 രൂപയാണ്. 30,000 രൂപ നിങ്ങൾ ടാക്സ് അടച്ചു. പക്ഷേ 20,000 രൂപയെ നിങ്ങൾക്ക് ആക്ച്വലി ടാക്സ് ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 10,000 രൂപ റീഫണ്ട്. കാരണം 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതാണ് റീഫണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. എന്നിട്ട് അസസിംഗ് ഓഫീസർ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് റീഫണ്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിലും അത് അസസിംഗ് ഓഫീസർ ഒരു നോട്ടീസിലൂടെ അറിയിക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് റീഫണ്ട് എന്തെങ്കിലും അവൈലബിൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നോട്ടീസിലൂടെ അറിയിക്കുന്നു. ദാറ്റ് ഈസ് അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഒരു അസസ്മെന്റ്. ദാറ്റ് ഈസ് സെക്ഷൻ 143 subsection 1. 143 subsection 1. Then regular assessment. Regular assessment നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് സെക്ഷൻ 143 subsection 3. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് സെക്ഷൻ 144. റെഗുലർ അസസ്മെന്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെഗുലർ അസസ്മെന്റ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെഗുലർ അസസ്മെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? Assessment on the basis of evidence, section 143 subsection 3, and best judgment assessment section 144. Yes, first one. ഇതിൽ assessment on the basis of evidence എന്താണ് നമുക്ക് നോക്കാം. Assessment on the basis of evidence section 143 subsection 3. നമുക്ക് എന്താ പറയാ, ഞാൻ ഒരു എക്സാമ്പിളോട് തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഇൻകം ടാക്സ് എന്ത് ചെയ്തു? റിട്ടേൺ ഫയൽ ചെയ്തു. അപ്പോൾ അതൊന്ന് എന്താ പറയാ, നമുക്കിപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ സോഴ്സ് ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ജസ്റ്റ് തിങ്ക് ഇറ്റ്. സോഴ്സ് ഒന്നും കാണിച്ചില്ല. ലോട്ടറി അടിച്ചിരുന്നു, പക്ഷെ സോഴ്സ് ഒന്നും കാണിച്ചില്ല. ഇത് നമുക്ക് എന്താ പറയാ, ഒരു കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ റിട്ടേൺ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ റിട്ടേൺ കംപ്ലീറ്റ് ആവണമെങ്കിലും കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ ഡാറ്റാസും എവിഡൻസ് ആയിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഡാറ്റാസ് ഒക്കെ എവിഡൻസ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം അണ്ടർ സ്റ്റേറ്റഡ് ആവില്ല, അതുപോലെ തന്നെ അണ്ടർ പെയ്ഡ് ടാക്സ് ആവില്ല, കമ്പ്യൂട്ടഡ് എക്സസീവ് ലോസ് ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ എല്ലാ എവിഡൻസും വെച്ച്, ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറിയുടെ സോഴ്സും കൂടെ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങളുടെ റിട്ടേണിന്റെ ഒപ്പം ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് കൂടുതൽ എന്തായി, അത് കുറച്ചുകൂടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അണ്ടർ സ്റ്റേറ്റഡ് ഇൻകം നമ്മുടെ ഇൻകം കുറഞ്ഞതായിട്ട് കാണില്ല. അതുപോലെ തന്നെ അണ്ടർ പെയ്ഡ് ടാക്സ്, കമ്പ്യൂട്ടഡ് എക്സസീവ് ലോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ ഇങ്ങനെയുള്ള എവിഡൻസ് വെച്ച്, പ്രൂഫ് വെച്ചിട്ട് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദിസ് വൺ ഈസ് കോൾഡ് അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് സെക്ഷൻ 143 subsection 3. അപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ റെഗുലർ അസസ്മെന്റിലെ ആദ്യത്തെ ടൈപ്പ് ആയിട്ടുള്ള അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് സെക്ഷൻ 143 subsection 3 നമ്മൾ പറഞ്ഞു. ഇനി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്താണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സെക്ഷൻ 144 ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്പെർട്ട് അസസ്മെന്റ്. ഇവിടെ നോക്കാം. If the assessing officer has failed to submit the return, the assessing officer has the power to make the best judgment assessment. Simple one. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് ചില കാരണങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ഫെയിൽഡ് ആയിപ്പോയി. നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അസസിംഗ് ഓഫീസർ തന്നെ നിങ്ങളുടെ റിട്ടേൺ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യും. അസസിംഗ് ഓഫീസർ തന്നെ നിങ്ങളുടെ റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അല്ലെങ്കിൽ എക്സ്പെർട്ട് അസസ്മെന്റ് എന്ന് പറയാം. നിങ്ങൾ റിട്ടേൺ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആ സമയത്ത് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
ആര് തന്നെ ഒരു അസസിംഗ് ഓഫീസർ തന്നെ നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇതിന് കാരണം എന്താ, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് അസസിംഗ് ഓഫീസർ തന്നെ നിങ്ങൾക്ക് അസസിംഗ് ഓഫീസറുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഹിയർ മേ ബി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും, എക്സ്പേർട്ട് അസസ്മെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് സെക്ഷൻ 144 ആണ്. ഓക്കെ, ഇവിടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് രണ്ടായിട്ട് തിരിക്കാം. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്നും ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്നും. കമ്പൽസറി മീൻസ് കമ്പൽസറി ആയിട്ടും ഈ അസസ്മെന്റ് നടത്തണമെങ്കിൽ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയാം. ഡിസ്ക്രിഷണറി അത് കമ്പൽസറി അല്ല, വേണമെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ, കമ്പൽസറി ആയിട്ടുള്ളതല്ല, വേണമെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്താം. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഈ അസസ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം, ഉറപ്പായിട്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. ഡിസ്ക്രിഷണറി അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല, വേണമെങ്കിൽ നടത്തിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റുകൾ. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് സെക്ഷൻ 144. It is also known as expert assessment. If the assessee has failed to submit the return, assessing officer has the power to make the best judgment assessment. That's all about the best judgment assessment. Nothing more to study. Okay. Then reassessment section 147. It is also known as income escaping assessment. Yes, this one. If the assessing officer has a sufficient reason to believe that the person escaped from tax, he has the power to make reassessment. That is, ഒരു പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കാം, ദാറ്റ് പേഴ്സൺ ഒരു അസസിയാണ്. ആ ഒരു അസസി സബ്മിറ്റ് ചെയ്ത റിട്ടേൺ ഒക്കെ സം റോങ്സ് ഉണ്ട്, ചില തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് ഇത് നല്ല രീതിയിലല്ലല്ലോ റിട്ടേൺ ഫയൽ ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അസസ് ചെയ്യാം. ദാറ്റ് ഈസ് റീഅസസ്മെന്റ്. ഒന്നുകൂടെ അസസ് ചെയ്യാം, ദാറ്റ് ഈസ് റീഅസസ്മെന്റ്. അസസിംഗ് ഓഫീസർ ബിലീവ്സ് ദാറ്റ് ഹി ഈസ് എസ്കേപ്പിംഗ് ഫ്രം ദ അസസ്മെന്റ്. ദാറ്റ് മീൻസ് അവിടെ അസസ്മെന്റിൽ എന്തോ ഒരു മിസ്റ്റേക്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ റീഅസസ് ചെയ്യാം. വൺസ് മോർ റീഅസസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് റീഅസസ്മെന്റ് ആസ് പെർ ദ സെക്ഷൻ 147. ദാറ്റ് ഷുഡ് റിമെമ്പർ സെക്ഷൻ 147. Yes, next one. Protective assessment is also known as precautionary assessment. Reassessment is also known as income escaping assessment. Protective assessment is also known as precautionary assessment. Section 148. Yes, എന്താണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ പ്രിക്വേഷണറി അസസ്മെന്റ് എന്ന് നോക്കാം. എ പേഴ്സൺ ലീവ് ഫ്രം ഇന്ത്യ വിത്തൗട്ട് എനി ഇന്റൻഷൻ ടു കം ബാക്ക്. അതായത് നിങ്ങളൊരു അസസിംഗ് ഓഫീസർ, നിങ്ങളൊരു അസസി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്, അപ്പൊ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതായത് മീൻസ് നിങ്ങൾ തിരിച്ച് നിങ്ങൾ ഇന്ത്യ ഒഴിവാക്കിയിട്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, വേറൊരു രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണ്. പക്ഷെ തിരിച്ചു വരുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. അവിടെ ചിലപ്പോൾ നിങ്ങൾ അവിടെ താമസമാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദാറ്റ് ഇസ് ഇൻ ദാറ്റ് കേസ്. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത്, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് തിരിച്ചു വരുമെന്നുള്ള വിത്തൗട്ട് ദ ഇന്റൻഷൻ ടു കം ബാക്ക്, തിരിച്ചു വരുന്നുള്ള ഗ്യാരണ്ടി ഇല്ലാത്തതിനാൽ ഇവിടെ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് അസസിംഗ് ഓഫീസർ നടത്തും. ആ ഒരു വർഷം തന്നെ, ആ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ടാക്സ് ലാബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും, എന്ത് ചെയ്യും, അസസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. കാരണം എന്താ, വിത്തൗട്ട് ദ ഇന്റൻഷൻ ടു കം ബാക്ക്. മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്നില്ല, അവർക്ക് അവിടെ ജോലിയൊക്കെ അയച്ചാൽ ചിലപ്പോൾ അവിടെയൊക്കെ സെറ്റിൽ ആയി എന്ന് വരും, ചിലപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നില്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് നടത്തും. ദാറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ 148. ദെൻ സെർച്ച് അസസ്മെന്റ്. നിങ്ങൾക്ക് അത്ര എന്താ പറയുക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല, എങ്കിലും നിങ്ങൾ ഓർത്ത് നോക്കുക. 153A പ്രകാരമാണ് സെർച്ച് അസസ്മെന്റ്. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ബുക്സ് അസസിംഗ് ഓഫീസർക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് സെർച്ച് അസസ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സബ്മിറ്റ് ചെയ്ത റിട്ടേൺ കൂടുതലായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അസസിംഗ് ഓഫീസർക്ക് ഏതെങ്കിലും ബുക്സ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് അസസ്മെന്റ് നടത്താം ആസ് പെർ സെക്ഷൻ 153A. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സെക്ഷൻസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യും. ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അസസ്മെന്റ് എന്താണെന്ന് പറയുക. നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അസസ്മെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്നിട്ട് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു എഴുതുക. ഇവിടെ നിങ്ങൾ സെക്ഷൻസ് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, സെക്ഷൻസ് മാറിപ്പോയത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് വെക്കുക. കാരണം ഇത് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓർത്തെടുക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും മറന്നു പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ട്, അതിന് ഓരോന്നിനും ഓരോ സെക്ഷൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക,
മെമ്മറൈസ് ചെയ്യുക, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ മോർ മാർക്സ്. സെക്ഷൻസ് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ മോർ മാർക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത പാർട്ട് 8 ആണ് ഇനി വരാനുള്ളത്. പാർട്ട് 8 ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.